التمسك بالأثر نجاه. മാ ദാറുൽ കറാമ, കറാമത്ത് ആദരവിൻ്റെ ഭവനം അതെന്താണ്, ഏതാണ്? വകം അദദു അബ്വാബിഹ, അതിൻ്റെ വാതിലുകളുടെ എണ്ണം എത്രയാണ്? എന്നുവെച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ അവസ്ഥയിലല്ല. ചിലർ ആദരിക്കപ്പെടും, ആ ആദരിക്കപ്പെടുന്നവർക്ക് പ്രത്യേകം ഒരു സ്ഥാനമുണ്ട്. ചിലർ അപമാനിക്കപ്പെടും, അവർക്കുള്ള സ്ഥാനവും വേറെ പ്രത്യേകമുണ്ട്. ഇവിടെ ആദ്യം ചോദിക്കുന്നത് ഈ ആദരവിൻ്റെ സ്ഥാനം, ആ ഒരു ഭവനം അത് ഏതാണ്? അതിൻ്റെ വാതിലുകളുടെ എണ്ണം എത്രയാണ്? എന്താണ് ഉത്തരം? അൽ ജവാബ് ദാറുൽ കറാമത്തി ഹിയൽ ജന്ന. ആദരവിൻ്റെ ഗേഹമെന്നുള്ളത്, ഭവനം എന്നുള്ളത് അത് സ്വർഗമാണ്. വഅദദു അബ്വാബിഹ സമാനിയ, അതിൻ്റെ വാതിലുകൾ 8 എണ്ണമാണ്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഒരുപാട് പേരുകളുണ്ട് സ്വർഗത്തിന്. കൂടുതൽ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ജന്നത്ത് എന്ന പേര്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും തോട്ടം എന്നുള്ള അർത്ഥമാണ്, ഗാർഡൻ എന്നുവെച്ചാൽ അവിടെ മുഴുവൻ ചെടികളും മരങ്ങളും പച്ചപ്പും അരുവികളും കായ്കളും ഫലങ്ങളും അങ്ങനത്തെ ഒരു അതുകൊണ്ട് നിറഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് എന്നുവെച്ചാൽ അത് മാത്രമേ ഉള്ളൂ എന്ന അർത്ഥത്തിലല്ല. അവിടെ എന്തെല്ലാം സ്വർഗവാസി ആഗ്രഹിക്കുന്നു അതെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ജന്നത്ത് എന്ന തോട്ടം എന്ന രൂപത്തിൽ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വേറെയും ഒരുപാട് പേരുകൾ സ്വർഗത്തിനെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വർഗത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ലൻ യുദ്ഖില അഹദൻ അമലുഹു അൽ ജന്ന, നിങ്ങളിൽ ഒരാളെയും അവൻ്റെ പ്രവർത്തനങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല. എന്നുവെച്ചാൽ നമ്മൾ മലയാളത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മളൊരു ജോലി എടുത്തിട്ട് ആ ജോലിക്ക് കൂലി കിട്ടുന്ന പോലെ, പണിയെടുത്തിട്ട് ആ പണിക്ക് കിട്ടുന്ന കൂലി പോലെ കിട്ടുന്ന പകരമായി നൽകപ്പെടുന്ന ഒരു കാര്യമല്ല സ്വർഗം. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കണം, വല എൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾക്കും അങ്ങനെ തന്നെയാണോ? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല ഞാനും അങ്ങനെ തന്നെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ ഏറ്റവും മികച്ച ഇബാദത്തുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ആ ഇബാദത്തുകൾക്ക് പകരമാവുന്നൊരു കാര്യമല്ല സ്വർഗം. എന്തുകൊണ്ടാണ്? സ്വർഗം അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന പദവിയിലുള്ളൊരു കാര്യം, അതിനേക്കാളൊക്കെ മികച്ച ഒരു ക്വാളിറ്റിയിലുള്ളൊരു കാര്യമാണ്. അപ്പം അതാണ് നമ്മൾ ഏറ്റവും ആദ്യം സ്വർഗത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹു ഖുർആൻ ഹദീസിൽ പഠിപ്പിച്ചത്, ഖുദ്സിയായ ഹദീസിൽ, അഅദത്തുലി ഇബാദി, എൻ്റെ അടിമകൾക്ക് ഞാൻ സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്ത്? മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ, വലാ ഉദുനുൻ സമിഅത്ത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും കടന്നു വന്നിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ. പക്ഷെ നമുക്ക് നമ്മുടെ ഇമാജിനേഷനിൽ പോലും സ്വർഗത്തിനെ സംബന്ധിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അത്രയും മികച്ച എല്ലാ അനുഗ്രഹങ്ങളും. പക്ഷെ നമുക്കവിടെ ഒരു വിഷമിക്കുകയോ അല്ലെങ്കിൽ സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ ഇഷ്ടക്കേടുണ്ടാക്കുകയോ അല്ലെങ്കിൽ വെറുപ്പുളവാക്കുകയോ ചെയ്യുന്ന ഒരു കാര്യവും ഒന്നുമില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, നിരാശയോ സങ്കടമോ ദേഷ്യമോ അങ്ങനത്തെ ഒരു കാര്യവും സ്വർഗത്തിലുണ്ടാവുകയില്ല. അല്ലാഹു പറഞ്ഞില്ലേ, ലഹും മാ യശാഊന ഫീഹ, സ്വർഗവാസികൾക്ക് ആ സ്വർഗത്തിൽ അവരെന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം അവർക്കിടെ ഉണ്ടാവും, എല്ലാം അവർക്കിടെ ഉണ്ടാവും. എന്നിട്ട് മാത്രമല്ല, വലദൈന മസീദ്, നമ്മുടെ അടുക്കൽ കൂടുതൽ എക്സ്ട്രാ അവരാഗ്രഹിക്കാത്ത, അവർ ചിന്തിക്കാത്ത, അവർ ഉദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നാം അവർക്ക് എന്ത് ചെയ്യും? നൽകുകയും ചെയ്യും, എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യും. അതെന്താണെന്നുള്ള ഇവിടെ അടുത്ത ചോദ്യത്തിൽ വരുന്നുണ്ട്, അപ്പോൾ വിശദീകരിക്കാം. അപ്പോൾ സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലേ. നമ്മൾ മരണപ്പെടുന്നില്ല, ഏറ്റവും വലിയ അനുഗ്രഹം. ഒരിക്കലും മരിക്കൂല സ്വർഗത്തിൽ. സ്വർഗത്തിൽ വയസ്സാകുന്നില്ല. എത്ര കോടാനുകൂടി വർഷങ്ങൾ കഴിഞ്ഞാലും അതേ യുവത്വം, അതേ യൗവനം, അതേ ചുറുചുറുക്ക്, അതേ ആരോഗ്യം, അതേ സൗന്ദര്യം, അതേ ഉന്മേഷം, എല്ലാം അങ്ങനെ തന്നെ. അതുമാത്രവുമല്ല, ഉറക്കം വരികയില്ല, ക്ഷീണം വരികയില്ല, രോഗം ബാധിക്കുകയില്ല.
ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾ, എന്ത് ആഗ്രഹിച്ചാലും അത് നമ്മുടെ മുന്നിലേക്ക് എത്തും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം അവസ്ഥയാണ് സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, സ്വർഗത്തിൻ്റെ വാതിലുകളെ പറ്റി ചോദിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഒരു ഇബാദത്തിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ, എത്രത്തോളം അതിൽ നമ്മൾ മുന്നേറുന്നുവോ, അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്വർഗവാതിലുകൾ നമുക്ക് കൂടുതൽ തുറന്നു കിട്ടും. എന്ന് വെച്ചാൽ ഒരാൾ ഒരു ഇബാദത്തിൽ മാത്രമാണ് പരമാവധി ശ്രദ്ധിക്കുന്നത്, മറ്റ് ഇബാദത്തുകളൊന്നും കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. ഫർദുകളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ ബാക്കിയുള്ള വലിയ ശ്രദ്ധയൊന്നുമില്ല, അധികം അത് അധികരിപ്പിക്കാനും നോക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരാളാണെങ്കിൽ അയാൾക്ക് ആ ഒരു പ്രവർത്തനത്തിൻ്റെ വാതിലിലൂടെ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വെച്ച് പറയുന്നുണ്ട്. അതായത് ഒരാൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ നിസ്കാരത്തിൻ്റെ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടും. പക്ഷെ അയാൾ ആ വാതിലിലൂടെയാണ് എന്ത് ചെയ്യുക? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. ഇനി ഒരാൾ ജിഹാദിൻ്റെ ആളാണെങ്കിലോ, അതുകൊണ്ട് അറിയപ്പെട്ട ഒരാളാണെങ്കിൽ, അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ അടുക്കൽ, ആൾക്കാരുടെ ഇടയിലല്ല, അയാളത് പരമാവധി അതിൽ ശ്രദ്ധിക്കുകയും അത് പരമാവധി വർദ്ധിപ്പിക്കുകയും അതിലങ്ങേറ്റം ഉന്മേഷം കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളെ ജിഹാദിൻ്റെ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടും. അതേപോലെ സദഖയുടെ വാതിൽ, നോമ്പിൻ്റെ വാതിൽ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സംശയമായിട്ട് ചോദിക്കണം, അള്ളാഹുവിൻ്റെ റസൂലേ, ഈ ഒരു വാതിലൂടെ മാത്രമേ വിളിക്കപ്പെടുള്ളൂ എന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഒരു വാതിലൂടെ ഒരാൾക്ക് കടന്നു പോകാൻ പാടുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അങ്ങനെയില്ല. ചില ആളുകൾ എന്തു ചെയ്യും? എല്ലാ വാതിലുകളിലൂടെയും പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് വഅർജു അൻ തകൂന മിൻഹും, താങ്കൾ അങ്ങനെ എല്ലാ വാതിലുകളിലൂടെയും പ്രവേശിക്കുന്നവനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാ നന്മയിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ആദ്യം പിന്നെ അബൂബക്കർ ഉണ്ടാവും, എല്ലാ നന്മയിലും ഉണ്ടാവും ആദ്യത്തിൽ. അപ്പം അദ്ദേഹത്തിനെ പോലെ ഒരാളെ അങ്ങനൊരു വാതിലൂടെ പ്രവേശിപ്പിക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വാതിലുകളെ പറ്റി പറയുമ്പോൾ ആ വാതിലുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പലതും. നമുക്ക് 8 അറിയില്ലെങ്കിലും കുറേയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട്. ഇപ്പോൾ ഈ ഹദീസിൽ തന്നെ നിസ്കാരം, അപ്പോൾ നിസ്കാരം ഫറളുകളൊക്കെ കൃത്യമായി പുരുഷന്മാരാണെങ്കിൽ ജമാഅത്തിൽ തന്നെ പരമാവധി പങ്കെടുത്ത് അതിൻ്റെ സമയം ഖളാ ആകാതെ നിസ്കരിക്കുക. ഇനി ഫറളുകൾക്ക് പുറമെ സുന്നത്തുകൾ പരമാവധി അധികരിപ്പിക്കുക. നിസ്കാരത്തിൻ്റെ ശുറൂത്തുകളും അർക്കാനുകളും വാജിബുകളൊക്കെ പാലിച്ച നിസ്കാരമാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരാൾ നിസ്കാരത്തിൻ്റെ വാതിലൂടെ വിളിക്കപ്പെടും. അതേപോലെ സദഖ, നോമ്പ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഫറളും കൃത്യമായി പാലിക്കുക, സുന്നത്തുകളും പരമാവധി അതിന് ശേഷം അധികരിപ്പിക്കുക. പിന്നെ മറ്റൊരു വാതിൽ പഠിപ്പിച്ചെന്നത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗവാതിലുകളിൽ ഏറ്റവും എളുപ്പമുള്ള വാതിൽ മാതാപിതാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഇത്തരം വാതിലുകൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുകയും അതിൽ അങ്ങേയറ്റം നമ്മുടെ പരിശ്രമവും അധ്വാനവും മെനക്കെടുത്തുകയും ചെയ്താൽ റബ്ബിൻ്റെ സഹായത്തോടെ നമുക്ക് ആ വാതിലുകളിലൂടെയൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അപ്പോൾ ഈ വാതിലുകൾ നമ്മൾ ഓരോരുത്തരും പരമാവധി ശ്രദ്ധിക്കണം. അതിനെ സംബന്ധിച്ചുള്ള പഠനവും പരിശ്രമമൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും.